കൊച്ചേട്ടൻ്റെ കത്ത്. അമൽ കുമാർ, നോൺ ടീച്ചിങ് കം വീഡിയോഗ്രാഫി. പ്രിയ DCL കൂട്ടുകാരെ, ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് കോട്ടയം മുണ്ടത്താൽ ലിറ്റിൽ ഫ്ലവർ വിദ്യാകേതനിൽ എത്തിയത്. DCL ജൂൺ മാസത്തിൽ നടത്തിയ പ്രവേശനോത്സവഗാന വീഡിയോ ചലഞ്ചിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സ്കൂളിന് അവാർഡ് നൽകാൻ അനുമോദനം അറിയിക്കുവാനുമാണ് DCL നാഷണൽ കോഓർഡിനേറ്റർ വർഗീസ് കൊച്ചുകുന്നേൽ സാറിനൊപ്പം ഞാൻ സ്കൂളിലെത്തിയത്. കൃത്യസമയത്തു തന്നെ അനുമോദന സമ്മേളനം ആരംഭിച്ചു. സമ്മേളനം തുടങ്ങുമ്പോൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസി മാത്തു MLAF 2 പേരെ കൈപിടിച്ചു മുന്നിലിരുത്തുന്നതു കണ്ടു. വളരെ ആദരവോടെ കൂടെ ഇരുത്തിയത് വൃദ്ധരായ മാതാപിതാക്കളായിരുന്നു. ഞാൻ ചോദിച്ചു, ഇവരാരാണ്? ഞങ്ങളുടെ ഒരു സ്റ്റാഫിൻ്റെ മാതാപിതാക്കളാണ്. സിസ്റ്ററിൻ്റെ മറുപടി കേട്ടപ്പോൾ എന്തിനാണ് സ്കൂളിലെ സ്റ്റാഫിൻ്റെ മാതാപിതാക്കളെ സംസ്ഥാനത്ത് ഒന്നാമതായി വിജയിപ്പിച്ചതിൻ്റെ സമ്മാനദാന സമ്മേളനത്തിൻ്റെ മുൻനിരയിലിരുത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ സിസ്റ്റർ ആൻസി മാത്തു പറഞ്ഞു, കൊച്ചേട്ടനൊരു സസ്പെൻസ് ഇരിക്കട്ടെ. ഇവരെ വിളിച്ചത് എന്തിനാണ് പിന്നെ പറയാം. അനുമോദനത്തോടൊപ്പം സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം കൂടെയുണ്ടായിരുന്നു. സമ്മേളനത്തിനിടയിൽ 1ാം സമ്മാനത്തിൻ്റെ ട്രോഫി ഞങ്ങൾ നൽകിക്കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, ഒരു ട്രോഫി കൂടെ ഉണ്ട്. അത് ഞങ്ങളുടെ അമൽകുമാർ. കാര്യം മനസ്സിലാകാതെ നിൽക്കുമ്പോൾ അനൗൺസ്മെന്റ് കേട്ടു. നമുക്ക് സംസ്ഥാനത്ത് 3ാം സമ്മാനം കിട്ടിയ വീഡിയോ 1ാം സമ്മാനം കിട്ടിയ വീഡിയോ മനോഹരമായി ഷൂട്ട് ചെയ്ത എഡിറ്റ് ചെയ്ത നമ്മുടെ സ്കൂളിലെ നോൺ ടീച്ചിങ് സ്റ്റാഫായ ശ്രീ അമൽകുമാർ അത്രയും മനോഹരമായ വീഡിയോ ആയിക്കൊണ്ടാണ് നമുക്ക് 1ാം സമ്മാനം കിട്ടിയത്. അതിന് മുഖ്യ കാരണമായി അമൽകുമാറിനെയും ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാപിതാക്കളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സുന്ദരമായ നിമിഷങ്ങളാണ് തുടർന്നു വിടുന്ന. അപ്പോൾ ആ പരിപാടിയുടെ ഫോട്ടോഗ്രാഫ് വന്ന അമൽകുമാറിൻ്റെ മാതാപിതാക്കളോടൊപ്പം വന്ന് പ്രത്യേക ട്രോഫി സ്വീകരിച്ച് 3 പേരുടെയും കണ്ണുകൾ അവാച്യമായ ആത്മഹർഷത്തിൻ്റെ തിരകൾക്കും ഞാൻ കണ്ടു. ഒപ്പം പ്രിൻസിപ്പലിൻ്റെ മിഴികളിലും. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് വിജയിക്കുന്ന ഒരു ഗെയിമല്ല, ഒരുപാട് പേരുടെ സഹകരണങ്ങൾ കൊണ്ടാണ് നാം എല്ലാത്തിലും വിജയിക്കുന്നത്. ഏറ്റവും പ്രധാനമായി
സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എല്ലാ നന്മകളുടെയും അടിസ്ഥാനം. നമ്മുടെ ചുറ്റിലുമുള്ള ദൈവവരുടെയിലൂടെ ആ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വർഷിക്കപ്പെടുകയും നിറവേറുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഒരു പരീക്ഷയിൽ ഒത്തിരി പങ്കാളികളുണ്ട്. കലോത്സവ വിജയത്തിലും കായിക വിജയത്തിലുമെല്ലാം മാതാപിതാക്കളും ഗുരുജനങ്ങളും സ്നേഹകരങ്ങളും സഹൃദയരുമുൾപ്പെടെ നിരവധി പേർ പങ്കാളികൾ ആണ്. എന്നാൽ വിജയം കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് സ്വന്തം പോക്കറ്റിൽ ഇടാനാണ് പലർക്കും ഇഷ്ടം. എൻ്റെ വിജയം എൻ്റെ മാത്രം കഠിനാധ്വാനം കൊണ്ട് ഞാൻ നേടിയതാണ് എന്നു പറഞ്ഞു സഹായിച്ച് ആരെയും വിജയിച്ച് ലഹരിയിൽ പങ്കുചേർക്കാനും പലരും ശ്രമിക്കാറുണ്ട്. അത് നീതിയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മുണ്ടത്താൻ ലിറ്റിൽ ഫ്ലവറിലെ നോൺ ടീച്ചിങ് സ്റ്റാഫായ ശ്രീ അമൽകുമാർ സ്കൂളിൽ ജോലിക്ക് അപേക്ഷിച്ചത്. അമൽകുമാറിൻ്റെ ബയോഡേറ്റ കണ്ടപ്പോൾ തന്നെ സിസ്റ്റർ ആൻസി അദ്ദേഹത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസവും വിവിധ കാര്യങ്ങളും മനസ്സിലാക്കുമായിരുന്നു. പിന്നീട് ആ കഴിവുകൾ സ്കൂളിൽ വിവിധ കാര്യങ്ങൾക്ക് സിസ്റ്റർ ഉപയോഗിക്കുകയും ചെയ്യായിരുന്നു. നല്ല വീഡിയോഗ്രാഫറും വീഡിയോ എഡിറ്ററും അമൽകുമാർ. അങ്ങനെ ആണ് സമ്മാനർഹൻ. വീഡിയോ എഡിറ്റും ചെയ്ത് നമ്മുടെ കൂടെയുള്ളവരുടെ സഹായം കൂടെയാണ് നമ്മൾ വിജയിച്ചത് എന്ന് അംഗീകാരപ്പോഴാണ് നമ്മൾ കൂടുതൽ നല്ല മനുഷ്യരാകുന്നത്. നമുക്ക് നല്ല മനുഷ്യരാകാം. നന്മകളുടെ വിതരണക്കാരാകാം. സ്നേഹാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.